ഇരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ പിന്നെ വർക്ക് പ്രവൃത്തികളൊന്നും ഇപ്പോൾ ചെയ്യരുത്, മഴക്കാലത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് അങ്ങനെ കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് അവിടെ പണി നടക്കാതെ പോയത്. ഇനി എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പോയി പരിശോധിക്കണം. ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള തുടർ പ്രവർത്തനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ വകുപ്പും പാരിസ്ഥിതിക വകുപ്പും പൊതുമരാമത്ത് വകുപ്പും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അതിന്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം അതൊരു വയനാടാണ്, വയനാടിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അതെ, ഇതൊക്കെ ഇവിടുന്നാണ് കൊടുത്തതാ പാരിസ്ഥിതിക അനുവാദം പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റും കൊടുത്തു, ഇവിടെ ഡൽഹിയിൽ നിന്ന് കൊടുത്തു. ഇവിടുത്തെ പാരിസ്ഥിതിക വകുപ്പ് മന്ത്രാലയത്തിൽ നിന്നാണ് അതിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സർക്കാർ പഠിത്തം ഞങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് അതിന് തീരുമാനം സർക്കാർ തലത്തിലുണ്ടാകും. അത് അന്ന് ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഈ വർക്ക് തുടങ്ങിയത് 10 മാസമായി. 10 മാസമായി കഴിഞ്ഞ മാസം 25-ാം തീയതി മീറ്റിംഗ് കൂടി 1-ാം തീയതി കഴിഞ്ഞു. പിന്നെ അവർ ആ മണ്ണ് കരാർ കമ്പനി ആവശ്യമില്ല. കരാർ കമ്പനി അവർക്ക് ആ മണ്ണ് അവിടെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ ആ മണ്ണ് അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരുന്നു. അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. എന്ത് വിശദീകരണം? അല്ല, മണ്ണ് നീക്കാതെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ അവര് മണ്ണ് അവിടെ കൂട്ടിയിട്ട മണ്ണിന് അത് എങ്ങോട്ട് ഒലിച്ചു പോകില്ല, അവർ നെറ്റ് കെട്ടിയിട്ട് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വയനാട്ടിലാണ് അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ മഴ വന്നാൽ തന്നെ നമ്മൾ ആരും വിചാരിച്ച മാതിരിയാവില്ല കാര്യങ്ങൾ. അതാണ് ഉള്ളത്.